ഹരേ കൃഷ്ണ. അങ്ങനെ യാത്രയുടെ 3-ാം ദിവസം ഞങ്ങൾ ഹനുമാൻ ക്ഷേത്രവും കനക് ഭവനും സരയൂ നദിയും രാമജന്മഭൂമി ക്ഷേത്രവും കാണാൻ വേണ്ടി ഇറങ്ങി. ആദ്യം പോയത് ഹനുമാൻ ക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടെ വല്ലാത്ത തിരക്കായിരുന്നു. തലേ ദിവസം തന്നെ ബാബുഭായി പറഞ്ഞിരുന്നു, ഹനുമാൻ ക്ഷേത്രത്തിൽ 85 സ്റ്റെപ്പുകളുണ്ടെന്നും നിങ്ങൾ കയറാനൊന്നും ബുദ്ധിമുട്ടണ്ട, ഹനുമാൻ നിങ്ങളെ വന്ന് തോളേറ്റി കൊണ്ടുപോകും എന്നും. അയോധ്യ ഹനുമാൻ ടെമ്പിൾ ദർശനത്തിന് പോകുന്ന ലൈൻ തിരക്ക്. രാം 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 രാം. ഇനി കാണുന്നതാണ് രസം. ക്ഷേത്രത്തിലേക്ക് ഇത്തരം ബേക്കറി സാധനങ്ങളാണ് ജനങ്ങൾ പ്രസാദമായി കൊണ്ടുപോകുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് കനകഭവനിലേക്കായിരുന്നു. പേരുപോലെ തന്നെ ഇത് കനകം കൊണ്ടുള്ള ഭവനം ആയിരുന്നു ത്രേതായുഗത്തിൽ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എല്ലാവരും ആ മുറ്റത്ത് ഒത്തുകൂടിയത്. എല്ലാവരെയും ചേർത്ത് ഒരു ഫോട്ടോ എന്ന ഉദ്ദേശത്തിൽ ഞാൻ വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ എല്ലാവരെയും വിളിച്ചു വന്നപ്പോഴേക്കും ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന വ്യക്തി അത് നിർത്തലാക്കി കളഞ്ഞു. പോട്ടെ, സാരമില്ല, അടുത്ത തവണയാകാം. സീതാദേവിയെ വിവാഹം കഴിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ വന്നപ്പോൾ കൈകേയി മാതാവ് അവർക്കായി നൽകിയതായിരുന്നു ഈ കനകഭവൻ എന്ന കൊട്ടാരം. ആ ഓർമ്മയ്ക്കായി പിന്നീട് ഈ യുഗത്തിൽ ആ സ്ഥലത്തു തന്നെ ഇങ്ങനെ ഒരു കൊട്ടാരം പണിതിരിക്കുന്നു എന്നാണ് ഗാഡ് ഞങ്ങളോട് പറഞ്ഞത്. ഏതായാലും കനകഭവൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാവരും കയറി. അവിടെ ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. കുറച്ച് സമയം ഇരുന്നു. എല്ലാവരും പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഞങ്ങളും എടുത്തു 2-3 സെൽഫി. പുറത്തിറങ്ങി വന്ന് ആ കനകമഹലിൻ്റെ പൂർണ്ണമായ കെട്ടിടം മുഴുവൻ ഞങ്ങൾ ഒരു വീഡിയോയിലേക്ക് എടുത്തു. അതിനുശേഷം പുറത്തേക്കുള്ള കവാടത്തിൻ്റെയും ഒരു വീഡിയോ എടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരുപാട് കുരങ്ങന്മാർ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലായി അവർ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രൻ്റെ കൂടെ ഒരുപാട് കാലം വനത്തിലുണ്ടായിരുന്ന സുഹൃത്തുക്കളാണല്ലോ ഇവരെല്ലാം എന്നും ഞാൻ ഓർത്തു. അപ്പോഴാണ് വളരെ ഇണക്കത്തോടെ ഒരു പശു എൻ്റെ അരികിലേക്ക് വന്നത്. അതിനോടൊപ്പം ഒരു ഫോട്ടോ എടുത്തു. ये राजा दशरथ जी का राजमहल है, दशरथ महाराजा कोटारम, सभी लोग साथ में आइए. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ഞങ്ങൾ. കൗതുകത്തോടെ മുകളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു. അതിൻ്റെ ഒരു ഫോട്ടോയും എടുത്തു. വീണ്ടും അകത്തേക്ക്. അങ്ങനെ അകത്തേക്ക് എല്ലാവരും പ്രവേശിച്ചു. ഒരുപാട് വിസിറ്റേഴ്സ് വന്നും പോയും ഇരുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങൾ ചുമന്ന തൊപ്പിക്കാർ വിവേകാനന്ദയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂട്ടം തെറ്റാതെ നടന്നു. വലിയ വലിയ ആ കെട്ടിടങ്ങളുടെ എല്ലാം ഒരു വീഡിയോ ഞാൻ അവിടെ നിന്നുകൊണ്ട് ചുറ്റും തിരിഞ്ഞ് പകർത്തി. പിന്നെ ആ കവാടവും. അവിടത്തുകാർക്ക് റാം എന്നാൽ വലിയ ഒരു ലഹരിയാണെന്ന് മനസ്സിലായി. അവിടെ എവിടെയൊക്കെയോ നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും എടുത്തു 3-4 ഫോട്ടോസ്. കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഓരോരുത്തരായി പുറത്തിറങ്ങി. അവിടെ കൂട്ടമായി ഇനി വരാനുള്ളവർക്ക് വേണ്ടി കാത്തുനിന്നു. ബാബുഭായി വന്ന് ഞങ്ങളോടെല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങാൻ നിർദ്ദേശം നൽകി. അങ്ങനെ ഞങ്ങൾ
ശ്രീരാമചന്ദ്രൻ്റെ അയോധ്യയിലേക്ക് യാത്രയായി. രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിനുള്ളിലേക്ക് വീഡിയോ എടുക്കാൻ അനുവാദമില്ല എന്നറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം പുറത്തുനിന്നു തന്നെ ആ ക്ഷേത്രത്തെ പകർത്താൻ ശ്രമിച്ചു. പലരും കൂട്ടം കൂട്ടമായി നിന്ന് ഫോട്ടോകൾ എടുത്തു. മൊബൈൽ അകത്തേക്ക് കടത്തില്ല എന്നറിഞ്ഞപ്പോൾ നടു റോഡിൽ നിന്നുകൊണ്ട് ഒരു ശ്രമം. പിന്നെ ശോഭ ചേച്ചിയോടൊപ്പം മറ്റൊരു സെൽഫി. ഇത് നമ്മുടെ ഹിന്ദിവാലാസ്. അവരും മറ്റൊരിടത്ത് മാറി നിന്ന് പലതരത്തിലുള്ള ഫോട്ടോകൾ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഏതായാലും ഇതെല്ലാം ചേർത്തൊരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് ഞാനും കരുതി. ആ സമയത്ത് ഞങ്ങൾ ക്ഷേത്രത്തോട് അടുത്ത് വന്നു. ഒരുപാട് ജനക്കൂട്ടത്തെ അവിടെ കണ്ടു. ഒരുപാട് പേർ സെക്യൂരിറ്റിയായി നിൽക്കുന്നുണ്ട്. राम 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 പുറത്തേക്ക് ഇറങ്ങി നല്ല പച്ചപ്പ് കണ്ടപ്പോൾ അവിടെ നിന്നുകൊണ്ട് പലരും ഫോട്ടോസ് എടുത്തു. ഞാനൊരു വീഡിയോയും പകർത്തി ആ ഭംഗി എങ്ങനെയെല്ലാം മറ്റുള്ളവർക്ക് കാണിക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നിന്നു. ആ സമയത്ത് നമ്മളുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരായി തൊപ്പിയും വെച്ച് പുറത്തേക്ക് വന്നു. ശോഭ ചേച്ചി സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഒരു സെൽഫി എടുത്തു. ഹോട്ടലിൽ നിന്നും ഞങ്ങൾ പോയത് റിക്ഷയിലായിരുന്നു. ഈ റിക്ഷ എന്ന് പറയും. നമ്മുടെ ഇവിടത്തെ പോലെ സേഫൊന്നും അല്ല ആ വണ്ടി. പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ചു പോകും. ബസ്സിലെത്തിയതിനു ശേഷം നമ്മുടെ ഉദയ്പൂർ രാജകുമാരൻ എടുത്തതാണ് ഈ ഫോട്ടോസ്. ഇത് നമ്മുടെ ക്യാപ്റ്റൻ്റെ ഭാര്യയും ഉമേഷ് ജിയും വൈഫും. അവരും ആ സുന്ദരമായ പശ്ചാത്തലത്തിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. ക്യാപ്റ്റന് വല്ലാതെ നടക്കാൻ വയ്യ, ഒരു ഭാഗത്തിരുത്തി. പക്ഷേ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ഓടി വന്ന് ഞങ്ങളുടെ കൂടെ നിന്നു. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ കഴിഞ്ഞ് കൂടെ വന്ന ജോഡികളുടെ ഒരു ഫോട്ടോയും. ഇതാണ് സരയൂ നദി. ശ്രീരാമചന്ദ്രൻ സ്വർഗാരോഹണം ചെയ്ത സ്ഥലം. അവിടെ മണപ്പുറത്ത് സർക്കസ് കളിപ്പിക്കുകയോ എല്ലാം ചെയ്ത് അവർ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ വിവേകാനന്ദ ട്രൂപ്പ് ഇറങ്ങി സരയൂ നദിയിലേക്ക് നടന്നു. സരയൂ നദിയിൽ കുളിക്കുന്നോ എന്ന് ബാബുഭായി ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് കുളിക്കാൻ റെഡിയായി ചെന്നത്. പക്ഷേ ആ വെള്ളം ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ കുളിക്കാൻ തോന്നിയില്ല. കൂടെ വന്നവരെല്ലാം കുളിക്കുന്നതിനു പകരം കാലും കൈയും കഴുകി. എന്നാലും പലരും ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ജലമല്ലേ അല്ലെങ്കിൽ നദിയല്ലേ എന്ന് വിചാരിച്ച് അതിലിറങ്ങി കുളിക്കുന്നത് കണ്ടു. എൻ്റെ കൂടെയുള്ളവർ കൈകാൽ മുഖം കഴുകുമ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് ആ സരയൂ നദിയുടെ ഒരു ഫോട്ടോ, ഒരു വീഡിയോ എല്ലാം പകർത്താൻ ശ്രമിച്ചു. കൂടെ എൻ്റെ കൂട്ടുകാരുടെയും. ഭാഷ അറിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങൾ ഒരുപാടടുത്തുപോയി. ഒരാഴ്ച കൊണ്ട് പിരിയാൻ സമയമാണ് അത് വളരെ വ്യക്തമായി മനസ്സിലായതും. പിന്നെ ടൂറെന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റിലെത്തിയാലും ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ വച്ച് എല്ലാവരുടെയും ഒരു ഫോട്ടോ എടുക്കുക എന്നത് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഹോബിയാണല്ലോ. അത് ഞാനും ചെയ്തു. അങ്ങനെ സരയൂവിൻ്റെ പുണ്യതീർത്ഥത്തിൽ കുളിക്കുന്നതിനു പകരം കൈകാൽ മുഖങ്ങൾ കഴുകി ഞങ്ങൾ തിരിച്ചു നടന്നു. ആ പാലത്തിലൂടെയുള്ള വരവ് കണ്ട് ഉമേഷ് ജി അത് വീഡിയോയായി പകർത്തി. അത് കണ്ട് ഓടിച്ചെന്ന് ഞാനും അവിടെ നിന്ന് ഈ സരയൂ തീരത്ത് നിന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുത്തു തരൂ എന്ന് പറഞ്ഞു. 1-2 ഫോട്ടോകൾ എടുത്തു തന്നു. സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു നടന്നു. കുട്ടികളെ വെച്ച് സർക്കസ് കാണിച്ച് കാശുണ്ടാക്കുകയാണ് അവിടെ ഒരു കൂട്ടർ. ആ സമയത്ത് ഞാൻ ആ സരയുവിനെ ആകെ ഒന്ന് നിരീക്ഷിച്ചു.
ഓ എൻ്റെ സരയൂ നദി, നീ എത്ര ഭാഗ്യവതിയാണ്, പുണ്യവതിയാണ് എന്നും ഓർത്ത് എൻ്റെ കൂടെ വന്നവരെ തേടിപ്പോയി ഞാൻ. പിന്നീട് അയോധ്യ നഗരത്തിൻ്റെ നടുവിലേക്ക് റോഡിലൂടെ നടന്നു ഞങ്ങൾ. അപ്പോഴാണ് അവിടെ നടുവിലായി ഒരു വലിയ വീണ സ്ഥാപിച്ചിരിക്കുന്നത്. അത് ലതാ മങ്കേഷ്കറിൻ്റെ വീണയാണെന്ന് ബാബുഭായ് പറഞ്ഞു. അങ്ങനെ രാമജന്മഭൂമി എന്ന ആ ആഗ്രഹം സഫലീകരിച്ച് ഞങ്ങളെല്ലാവരും വീണ്ടും ബസ്സിൽ കയറി. നമ്മുടെ കേരളത്തിലെ പോലെയൊന്നുമല്ല അവിടത്തെ നദികൾ. ഒരുപാട് വീതിയും ഒരുപാട് നീളവുമുള്ള വലിയ നദികൾ. അതിന് കുറുകെ വലിയ പാലങ്ങൾ കെട്ടി യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ആ അത്ഭുത കാഴ്ചയും കണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ ബസ്സിനുള്ളിലിരുന്ന് എടുത്തതാണ് ഈ വീഡിയോ. യമുനാ നദിയെ ഒന്നുകൂടി നമിച്ചു. ശ്രീരാമചന്ദ്രനെയും ഓരോ പ്രധാന സ്ഥലങ്ങളിൽ നിന്നും എടുത്ത ഗ്രൂപ്പ് ഫോട്ടോകൾ ഇപ്പോഴും എന്നെ ഹരം കൊള്ളിക്കുന്നു. ഒരുപാട് വ്യക്തികൾ ഇവിടങ്ങളിലെല്ലാം വരുന്നു പോകുന്നു. ഒരുപാട് ടൂറുകൾ ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷേ ഇതൊരു നാഷണൽ ഇൻ്റഗ്രേഷൻ ടീം പോലെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഉള്ളവർ, പുറത്തെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, അവരെല്ലാം ഐക്യത്തോടെ ഒരേ മനസ്സോടെ നിന്ന് ഫോട്ടോകൾ എടുക്കുന്നു. ഉമേഷ് ഭായി ഒരു മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ടപ്പോൾ അവരെ പിടിച്ച് കൂടെ നിർത്തി നിന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോയുടെ കാര്യത്തിൽ നമ്മൾ മലയാളികളെക്കാൾ ആഘോഷിച്ചത് സത്യം പറഞ്ഞാൽ അവർ ഹിന്ദിക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ ശരിക്കും പിൽഗ്രിമേജ് ആണെങ്കിലും അത് കഴിഞ്ഞാൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. മിക്കവരും അവരുടെ ഭാര്യമാരുടെ കൂടെയാണ് വന്നിരുന്നത്. ലതാ മങ്കേഷ്കറിൻ്റെ വീണയുടെ താഴെ നിന്ന് ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. സരയൂ തീരത്തെത്തിയപ്പോഴും ഈ 3 കപ്പിളുകൾ കൂടെയായിരുന്നു. ഇത് ഉമേഷ് ജിയുടെ കുസൃതിയാണ്. നമ്മുടെ ക്യാപ്റ്റൻ ഭാര്യയോടൊത്ത് സുഗമമായി സഞ്ചരിക്കുന്നത് കണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. അവിടെ എവിടെയായിരുന്നു ഈ നരേന്ദ്രമോദിയുടെ കൂപ്പുകൈ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനത് കണ്ടിട്ടും ഇല്ല. പക്ഷേ അവിടെ നിന്ന് ഇവരെല്ലാം ഫോട്ടോ എടുത്തിരിക്കുന്നു. ഉമേഷ് ഭായി ഭാര്യയുടെ കൂടെ പല പോസുകളിൽ ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സരയൂ നദിക്കരയിൽ ആ 3 ഭാര്യമാരും ചേർന്ന് നിന്നൊരു ഫോട്ടോ. അവരുടെ പലതരം ഗ്രൂപ്പ് ഫോട്ടോകൾക്കിടയിൽ ഞാനും കയറി നിന്നു. എൻ്റെ ഒരു ഫോട്ടോ സരയൂ നദിക്കരയിൽ എടുക്കൂ എന്ന് പറഞ്ഞ്. മാലാജിയാണിത്. മാലാ മാം മാക്സിമം വിലപേശി ഞങ്ങൾക്ക് പലതും വാങ്ങിച്ചു തന്നു. മാലാജിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെ വീണ്ടും ഒരു ഫോട്ടോ. നമ്മുടെ സലീം സാറിൻ്റെ കൂടെ ഹിന്ദി വാലകൾ കൈപിടിച്ച് ആ പാലം കടന്നു വരുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് എനിക്ക് മാക്സിമം വീഡിയോ കവർ ചെയ്യാൻ ശ്രമിച്ചു. ഇത് യമുനാ നദിക്കരയിലെ ഗോപൂജയാണ്. ദമ്പതികൾ ചേർന്ന് നിന്ന് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തില്ല. കാരണം ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുപോയിരുന്നില്ല. ഇത് റാം മന്ദിറിന് പുറത്തേക്കിറങ്ങുമ്പോഴത്തെ ദൃശ്യം. സരയൂ നദിക്കരയിൽ വീണ്ടും ഈ സരയൂ നദി മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ക്യാപ്റ്റനും ഉമേഷ് ഭായിയും വീണ്ടും വീണ്ടും അവരുടെ ഭാര്യമാരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുത്തു. ക്യാപ്റ്റന് എപ്പോഴും നടക്കാൻ വയ്യ ഇരുന്നു. അതേസമയം ബാബുഭായിയുടെ കൂടെ നിന്നും ഉമേഷ് ജി ഫോട്ടോ എടുത്തു. ഇതാണ് ഗോപൂജ. നമ്മുടെ കൂടെ വന്ന ചിലരൊക്കെ ഗോപൂജ ചെയ്യുന്നത് കണ്ടു. അതിനുള്ള സമയമായിട്ടുണ്ടാവില്ല, ഇനിയൊരിക്കലാവട്ടെ എന്നു കരുതി ഞാനവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു. ഉമേഷ് ഭായി പിന്നെയും ഫോട്ടോസ് എടുത്തു. ഫോട്ടോ എടുത്ത് തളർന്ന് അവസാനം ക്യാപ്റ്റനും മാലാജിയും എല്ലാം ഒരു ഭാഗത്തിരുന്നു. ആ സമയത്ത് പുറത്ത് വേറെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു നടക്കുമ്പോഴും മനസ്സിൽ ആ അയോധ്യയിലെ വാനരപ്പടയായിരുന്നു. ഹരേ കൃഷ്ണ.